ഇതൊരു സാധാരണ യാത്രയല്ല. ഒരു പ്രവാസി അവന്റെ കുടുംബത്തിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എടുത്ത റിസ്കിന്റെ യാത്രയാണ്. ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ഇറങ്ങി, ട്രെയിൻ കയറി ട്രെയിൻ ഇറങ്ങി, ബസ് കയറി ബസ് ഇറങ്ങി, ഓട്ടോയിൽ കയറി വീട്ടിലേക്കൊരു 24 മണിക്കൂർ നീണ്ടു നിന്ന ഒരു യാത്രയുടെ കഥ നോക്കാം. ഹലോ നമസ്കാരം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും കേട്ടത്. ഇതൊരു സാധാരണ ട്രാവൽ വ്ളോഗ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാനിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് നാട്ടിൽ പോകൽ സർപ്രൈസ് പരിപാടി അതൊന്നും ഇത്തവണ വർക്കൗട്ട് ആവത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സ്പെരിമെന്റ് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ യൂഷ്വലി നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താ ചെയ്യാറുള്ളത്, നമ്മൾ എന്തായാലും എയർപോർട്ടിൽ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരണം. ആൻഡ് എയർപോർട്ടിൽ നമ്മളെ കാത്ത് നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും. അവിടെ നേരെ അവരോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പം വിമാനം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി എന്തായാലും ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അബുദാബിയിൽ നിന്നാണ് കേട്ടോ. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ അബുദാബിയിലാണ് ഉള്ളത്. അപ്പം എന്റെ ഫ്രണ്ട് ഉണ്ട് അശ്വിന്റെ കൂടെ ഉണ്ട് ദൈവൻ. അശ്വിൻ കിച്ചാപ്പി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോ ഞങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന് കിച്ചാപ്പി വരുന്നില്ല, ഞാൻ മാത്രം പോയിട്ട് ഇന്ന് അബുദാബിയിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പറക്കും. കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ട്രെയിനിലാണ്. രപ്തിസാഗർ എക്സ്പ്രസ്സിൽ 3rd AC കമ്പാർട്ട്മെന്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അത് നമ്മൾ ഒരു പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് ഊബറോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് പിന്നെ പുനലൂരേക്ക് ബസ്സിലാണ്. KSRTC ബസ്സിൽ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുനലൂർ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ട്രാവൽ പ്ലാൻ, അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് മാപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവവികാസങ്ങൾ സംഭവിച്ചാൽ ഈ വീഡിയോയുടെ കണ്ടന്റ് തന്നെ ആകെ തുകയിൽ മാറി മറിഞ്ഞേക്കാം. ഇനി എന്തായാലും ലെറ്റ്സ് സീ, ട്രാവൽ വിത്ത് മീ. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഗൈസ്. നാട്ടിലോട്ട് പോകേണ്ടവൻ റെഡിയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഇവിടെ കൊണ്ടാക്കേണ്ടവൻ റെഡി ആവാനായി 1/2 മണിക്കൂർ വേറെ എടുക്കുന്നത്. നിങ്ങൾ നടക്കൂടെ? എന്റെ ഒരു മഞ്ഞ ബാഗ് ഉണ്ടോ? ബാഗ് കൂടെ നിർത്തേക്കടാ. അവിടെ ഇരിക്കുന്ന ബാഗ്. ഞങ്ങൾ കാത്ത താഴെ അശ്വിൻ കാത്തിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അവന്റെ ബിസി സ്കെഡ്യൂൾ മാറ്റി വെച്ചിട്ട് അവൻ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് അവന്റെ 10 മിനിറ്റായി ഗൈസ്. തുറക്കൂ, അടയ്ക്കൂ, വീണ്ടും തുറക്കൂ. പ്രസന്റിങ് യു ദ ഹോട്ട് സമ്മർ ആൻഡ് ചൂട് ഓഫ് അബുദാബി. അബുദാബിയിൽ ഇപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് കിടന്നിട്ടുണ്ട്. ഈ വെളിയിലോട്ട് ഇറങ്ങിയവൻ ഇപ്പോൾ വെളുത്ത നിറത്തിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവന്റെ കരിവാളിച്ച മുഖമൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയും ചൂടാണ് ഗൈസ്. ഇന്റൻസിറ്റി ഭയങ്കര കൂടാട്ടോ. ഇതാണ് ഗൈസ് മിസ്റ്റർ അശ്വിൻ. പ്രസന്റിംഗ് മിസ്റ്റർ കർണാടക പ്രസന്റിംഗ് മിസ്റ്റർ അശ്വിൻ. ഇതാണ് ബിസി തിരക്കൽക്കടയിൽ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അശ്വിൻ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറ അശ്വിൻ പ്ലീസ്. ഓക്കെ, ഇവൻ നേരത്തെ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നേരെ അബുദാബി എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇപ്പൊ ഞങ്ങളൊരു പടം കണ്ട്, ഏത് നമ്മുടെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് 2:30 ഇറങ്ങണം. 2:30 നമ്മൾ ഞാൻ ആക്ച്വലി നീ വിളിക്കുന്നതിന് മുന്നേ 2:30 ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ. ഇവൻ കറക്റ്റ് ഒരു 12:30 ആയപ്പോഴത്തേക്കും ഒരു പടം ഇട്ട് ഡിറ്റക്റ്റീവ് ഉജ്വലൻ. എന്നാ ഇവരെ കണ്ടാ പോരാ, ഇവൻ ഹെഡ്ഫോൺ വെച്ചാൽ കണ്ടാ പോരാ. ഇവ അതല്ല, ഇവനാണെങ്കിൽ എന്നെ അവിടെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ സമ്മർദ്ദം തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സസ്പെൻസോടല്ലേ മൊത്തം ഇരുന്ന് കണ്ട് ലാസ്റ്റ് ആയി ഫ്ലൈറ്റ് വന്നെങ്കിൽ പോട്ടെ പടം കണ്ടു. ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നീ ഉണ്ടായിരുന്നല്ലേ? ഞാൻ എന്റെ ട്രാവൽ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഫ്ലൈറ്റ് കയറി കൊച്ചി ഇറങ്ങും. അങ്ങനെ ട്രാൻസിറ്റ് ഹൈദരാബാദ് 6 മണിക്കൂർ. കൊച്ചി ഇറങ്ങിയിട്ട് കൊച്ചിയിൽ നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ അവിടുന്ന് ട്രെയിൻ എടുക്കും. രപ്തിസാഗർ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കൊല്ലത്തോട്ട്. കൊല്ലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ KSRTC ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടേക്ക്? പുനലൂരേക്ക്. എന്നിട്ട് ഭാര്യയൊന്നും വിളിക്കണ്ട. ഇന്ന് പൊതുഗതാഗതം ഉപയോഗിച്ച് എങ്ങനെ ഒരാൾക്ക് സെൽഫ് ഇത്രയും ബാഗ് കൊണ്ട് പൊതുഗതാഗതം ഉപയോഗിക്കുന്നതിന്റെ രസം അതാണ്. അപ്പൊ നീ വരുന്നില്ല? അപ്പൊ നീ വരുന്നില്ല? ഞാൻ വിചാരിച്ചേ 2 വളവേ ഉള്ളത് ബാഗിന്റെ കൂടെ ഇവരെ ഫ്രീ കിട്ടി തന്നു കേട്ടോ. അല്ല അതുകൊണ്ട് പോയാൽ പെടുവതറിയാം. അപ്പൊ നിന്നെ ആരും വിളിക്കാൻ വരുമോ? സാധാരണ ഇവനാണോ വിളിക്കാൻ വരുന്നത്? ആണോ? നീ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ കഴിച്ചില്ലേ? അല്ല ഇതിനകത്ത് കയറാൻ, നമ്മുടെ ലോഞ്ചിൽ കയറാൻ പറ്റുമെന്നാണ് വിചാരം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഇല്ല, കുഴപ്പമില്ല. അതുകൊണ്ടെങ്കിൽ ഞാൻ ലോഞ്ച് ചെയ്ത് കഴിച്ചോളാം. അയ്യോ, ബാക്കിലൊരു അനാഥ പയ്യൻ ഇരിപ്പുണ്ടാ. 3:30 മണി. അപ്പം ചെക്കിൻ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ചെക്കിൻ ചെയ്തു കേട്ടോ, വെബ് ചെക്കിൻ ചെയ്തു. അപ്പൊ മച്ചാ ഞാൻ ബൈ ദ ബൈ. പെട്ടിയൊക്കെ പടപടയെന്ന് യുമാരതിന് എടുത്തിരുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പറഞ്ഞു വിടാൻ യുമാർക്ക് യാതൊരു താല്പര്യവും ഇല്ലാന്ന്. എന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാവേ.
പോരാ ശരി വെച്ചാൽ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിനകത്തേക്ക് കയറി ഇൻഡിഗോ എയർലൈൻസിലാണ് നമ്മളിന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിഗോയുടെ ആ ഒരു ഏരിയ കണ്ടുപിടിച്ച് നേരെ അവിടേക്ക് എത്തി നമ്മുടെ ഹാൻഡ് ലഗേജ് ഉൾപ്പെടെ ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ കയ്യും വീശി ഫ്രീ ആയി. ഞാൻ ആക്ച്വലി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അബുദാബി ടു ഹൈദരാബാദ് ടു കൊച്ചി എന്നുള്ള ടിക്കറ്റ് ആയിരുന്നു. അത് ആക്ച്വലി ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പക്ഷേ എൻ്റെ ലൈക്ക് ഫ്രണ്ട് ലൈക്ക് എ ബ്രദർ, എൻ്റെ ഒരു ബ്രദർലി ഫിഗർ ഉണ്ട് ഷിലാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഹൈദരാബാദിലുള്ളത്, പുള്ളി സെറ്റിൽ ഇൻ ഹൈദരാബാദ്. ആക്ച്വലി പുള്ളി അവിടെ ഒരു മ്യൂസീഷ്യനാണ്. 8 hours ഓൾമോസ്റ്റ് ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് പുള്ളിയെ കണ്ടിട്ട് പോകാന്നിട്ട്. അപ്പോൾ യാത്രയുടെ ആ ഒരു സ്ട്രെസ്സ് അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കാരണം ഒരിടത്തിറങ്ങി ലഗേജ് കളക്ട് ചെയ്ത് പിന്നെ പുറത്തിറങ്ങി എയർപോർട്ടിന് പുറത്തിറങ്ങി പിന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചൊരു 2 മണിക്കൂറിനുള്ളിൽ വന്ന് വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് വേണം യാത്ര തുടരാനായിട്ട്. എയർപോർട്ട് ഭയങ്കര കൺവീനിയൻ്റ് ആട്ടോ. നമുക്ക് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ലൈക്ക് ഇപ്പം യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലഗേജ് ഡ്രോപ്പ് ഓഫിൽ നിന്ന് തന്നെ വളരെ ക്വിക്ക്ലി ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് സ്മാർട്ട് ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെക്നോളജിയാ അതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. എമിഗ്രേഷൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് വെച്ച് നമ്മളെന്തായാലും ഇനി കഴിക്കാനുള്ളൊരു സ്ഥലം അന്വേഷിച്ച് പോകാട്ടോ. ഇമിഗ്രേഷൻ്റെ ആ ഒരു തലവേദനയും ടെൻഷനൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തി കയറുന്നത് അബുദാബി ഡ്യൂട്ടി ഫ്രീയുടെ ഒരു മായിക ലോകത്തേക്കാണ് കേട്ടോ. ശരിക്കും അത്രയധികം വേൾഡ് ബ്രാൻഡ്സിനെ ഒരു ഷോപ്പിംഗ് മോളിൽ അറേഞ്ച് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനിടെ നമ്മുടെ ഗേറ്റ് നമ്മൾ നോക്കി നമുക്കിന്ന് C32 നിന്നാണ് പറക്കേണ്ടത്. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഈ ബീച്ചിലൊക്കെ കാണാറുള്ള പോലെ ചെറിയ ഹട്ട്സ്, സമ്മർ ആയതുകൊണ്ടായിരിക്കും ആ ഒരു രീതിയിൽ കുറച്ചധികം ഷോപ്സ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഗുച്ചി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറാതെ പോകാൻ പറ്റില്ലല്ലോ. കേരളം മാത്രമേ ഉള്ളൂ, വാങ്ങലില്ല. വിൻറ്റേജ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും ഗുച്ചിക്കകത്ത് കയറി ഈ വലിയ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പരിമിതമായിരിക്കും അവരുടെ സ്റ്റോക്സ്. കാരണം അവർക്ക് അത്രയും വിറ്റാൽ മതി. ഗുച്ചിക്കകത്ത് കയറി ചുമ്മാ ഒന്ന് കറങ്ങി അവിടെയുള്ള പഴയ പുതിയ മോഡലുകളെല്ലാം നോക്കി ഈ സാധനം വിൽക്കാൻ വെച്ചേക്കുന്നതല്ല കേട്ടോ. ഇത് ഞാൻ തന്നെയാണ്. കണ്ണാടി പിന്നെ പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എവിടെ കിട്ടിയാലും വിടില്ല. കാപ്പി കുടിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് ഇടാം. കാപ്പി ഇലക്ട്രോണിക്സ് എന്ന വിചിത്രമായ പേര് കണ്ട് ഒരു നിമിഷം വന്ന് നിന്നപ്പോഴാണ് അതിൻ്റെ തൊട്ട് ചേർന്നിട്ടത് ഈ പ്രസ്ഥാനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിന് മുൻപും വന്നിട്ടുണ്ട്, ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുമ്പോഴേക്കും പലരുടെയും വിചാരം പ്രത്യേകിച്ച് മദ്യം വിൽക്കുന്ന ഒരു കേന്ദ്രം മാത്രമാണ് എന്നുള്ളതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നാട്ടിലുള്ളവരുടെ കേട്ടോ. എന്തായാലും വെറുതെ ഒന്ന് അകത്ത് കയറി കുറേയധികം പരതി കുറേയധികം വർണ്ണശബളമായ കുപ്പികൾ കണ്ടു, നിറച്ചും ചോക്ലേറ്റ്സും കണ്ടു. പക്ഷെ ഒന്നും വാങ്ങാൻ നിന്നില്ല. എന്തായാലും അമ്പൻ ഓഫറുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. C32 ഗേറ്റ് കണ്ടുപിടിച്ചു. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമാധാനം. അപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ വേണ്ടി തുടങ്ങി. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ലോഞ്ചിൽ കയറണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള സമയവും സാവകാശവും ഇല്ലാത്തതുകൊണ്ട് അബുദാബി എയർപോർട്ടിനകത്ത് തന്നെ കുറേയധികം ബ്രാൻഡുകളുടെ ഒരു ഏരിയ ഉണ്ട്. അത് ആക്ച്വലി മുകളിലത്തെ ഒരു ഫ്ലോറായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനും താഴത്തെ വ്യൂ കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. ബർഗർ കിങ്ങിലോ ടെക്സാസ് ചിക്കനിലോ കഴിക്കാമെന്ന് കരുതിയാണ് കയറി വന്നതെങ്കിലും പിസ്സ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊതി. എന്തായാലും നല്ലൊരു സ്ലൈസ് പിസ്സ വാങ്ങി. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഫുഡ് ബ്രാൻഡാണ്, പക്ഷെ അവരുടെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ആ ഒരു ആംബിയൻസും. എന്തായാലും പിസ്സയും വാങ്ങി, പേയ്മെന്റും ചെയ്തു, ഒരു ഡ്രിങ്കും എടുത്ത് നേരെ വിട്ടു കഴിക്കാൻ വേണ്ടി. പിസ്സ കണ്ടപ്പോൾ പെട്ടെന്നൊരു കൊതി. ചിക്കൻ ടിക്ക പിസ്സയാണ്. അപ്പം കഴിച്ചിട്ട് ഓടാം. ഒരു ഇന്ത്യൻ ഫ്ലേവറുള്ള പിസ്സ. ഒറിഗാനോൻ്റെ ഒന്നും വലിയ കുത്തലില്ലാത്ത ചീസും മൈൽഡാണ്. കൊള്ളാം. യെസ്, അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നേരെ പോയിട്ട് ഇനി ഗേറ്റിൽ എത്തിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം 5:30 5:45 അവർ ബോർഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ജില്ലെന്ന് ഓടി നിൽക്കാം. അതിനിടയിലാണ് തെലുങ്ക് മാത്രം അറിയാവുന്ന ഈ പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെടുന്നത്. ಇದು ವ್ಲಾಗು నాకు తెలుగు నాకు నువ్వు ఓకే తమ్ముడు బాయ్ ఓకే 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 దట్స్ రైట్ ఓకే വഴി പറഞ്ഞു കൊടുക്കാൻ വന്ന കേട്ടോ പുള്ളിക്കാരന്. പുള്ളി എന്നെ വിടുന്നില്ല ഗൈസ്. എന്തായാലും പുള്ളിക്കാരനെ വഴിയിൽ ഉപേക്ഷിച്ച് വാഷ്റൂമിൽ കയറി കണ്ണാടിയൊക്കെ നോക്കി നന്നായിട്ടൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നേരെ ഗേറ്റിലെത്തിയപ്പോഴേക്കും ബോർഡിങ് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഗേറ്റിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ. ഞാൻ ദുബായിൽ വന്നിട്ടുള്ളതിന് ശേഷം ഏതാണ്ട് അറൗണ്ട് ഒരു 10 തവണ കൂടുതൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ തവണയും ബുക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് വഴിയിട്ടാണ്. ഞാൻ ട്രാവൽസ് വഴിയിട്ടുള്ള പരിചയമാണ്. അപ്പം അനൂപിൻ്റെ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. വേറൊന്നുമല്ല, നമുക്ക് ഈ പറയുന്ന പോലെ അനൂപിൻ്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അനൂപ് ഓരോ തവണ നമ്മളോട് കാണിക്കുന്ന ഒരു വാംത്തുണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീല് തോന്നിക്കുന്നൊരു സാധനം കേട്ടോ. അനൂപ് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേണ്ടുന്ന ബോർഡിംഗ് പാസ് ആവട്ടെ അല്ലെങ്കിൽ വെബ് ചെക്കിൻ ആവട്ടെ കാര്യങ്ങളൊക്കെ തന്നെ അനൂപ് ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാകുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ഓൾ സെറ്റിലെ ബ്രോ എന്ന് പറയുന്നുള്ളൊരു എൻക്വയറി ഉണ്ടല്ലോ. പുള്ളി ശരിക്കും അത് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ അത് ചെയ്യുക എന്ന് പറയുന്നത്
ദാറ്റ് ഷോസ് ഹിസ് റെസ്പെക്ട് ടുവേർഡ്സ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ടേക്ക് ഓഫിന് മുന്നേ പറ്റുകയാണെങ്കിൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യണേ പറയുന്നു. എന്താ സംഭവം എന്ന് എനിക്കങ്ങനെ മനസ്സിലായില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിച്ചപ്പോൾ കാര്യം എനിക്ക് പിടികിട്ടി. ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ 4 മണിക്കൂറത്തെ പറക്കലിനൊടുവിൽ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപാട് തന്നെ ഷിലാലിയെ വിളിച്ച് നോക്കി, കിട്ടാത്തപ്പോൾ മനസ്സിലായി പുള്ളിക്കാരൻ അത്യാവശ്യം തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ സാവധാനം എയർപോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചു. സോ നേരെ കയറി ഹൈദരാബാദ് എയർപോർട്ടിലെ വാഷ്റൂമിലേക്ക്. അവിടുത്തെ കണ്ണാടിയാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിംഗ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ച് നേരം അതിനകത്ത് നിന്ന് ഫോട്ടോസ്. അപ്പോൾ തണ്ടടാ കേൾക്കുന്ന എന്തോ ഒരു അനൗൺസ്മെന്റ്. നമ്മളെങ്ങാണോ? നമ്മളല്ല. ആക്ച്വലി സ്പീക്കിംഗ് നമുക്കൊരു ലേ ഓവറിന് പുറത്തിറങ്ങാനുള്ള സമയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നും ഉണ്ടെന്നും പറയാം. ഒരു വൃത്തികെട്ട ഒരു ലെയർ ടൈം, ഒരു 8 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമുക്ക് എന്തായാലും അടുത്ത ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മുന്നായിട്ട് പ്രയർ ടു ദാറ്റ് വരികയും വേണം. അപ്പോൾ 4.5 മണിക്കൂർ. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പുറത്തിറങ്ങാം. മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ഒരു പരിധിക്കൊക്കെ കാണിക്കണം. ഇവിടെ എൻ്റെ ലഗേജ് വരുന്നത് ബെൽറ്റ് നമ്പർ 12. ഞാനാണെങ്കിൽ 10 മിനിറ്റായിട്ട് ബെൽറ്റ് നമ്പർ 11 പോയിട്ട് കാത്തിട്ട് നിൽക്കുക. ഇവർക്കിത് തെലുങ്കിലും ഹിന്ദിയിലും അല്ലാതെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചൂടെ? അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മഞ്ഞ കളർ ബാഗും എത്തിച്ചേർന്നു. അങ്ങനെ അതും എടുത്തിട്ട് നേരെ പുറത്തേക്ക്. അപ്പോൾ ഗോൾഡുമായിട്ട് വരുന്നവരെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റംസ് ജാഗരൂകരാണ് കേട്ടോ. വന്നിറങ്ങുന്നവരെ അപ്പം തന്നെ സ്വാധീനിക്കാനും വശീകരിക്കാനും വേണ്ടിയാണോ ഇവിടെ ഇങ്ങനെ ഓഫറും കൊടുത്ത് തുറന്നു വെച്ചിരിക്കുന്നത്? നമ്മൾ ഈ പെട്ടിയായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം ചിലരായിട്ട് ഇവിടെ കസ്റ്റംസ് പിടിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എന്നെയും പിടിക്കും. നോക്കട്ടെ. എൻ്റെ മൂത്ത സത്യസന്ധത കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ സ്കാൻ ചെയ്ത് വിട്ട്. എന്നെപ്പോലെ കുറേ പേരെയും വിട്ടിട്ടുണ്ട്. ഹൈദരാബാദ് എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ദിസ് ഇസ് ഹൈദരാബാദ്. ബട്ട് നമുക്കിവിടെ ആരുമില്ല. നമ്മളെ വിളിക്കാൻ ആരും വന്നിട്ടില്ല. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇവരാരെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞ് കയറി പോയാലോ? അങ്ങനെ ഞാനും എൻ്റെ പെട്ടിയും ഹൈദരാബാദ് എയർപോർട്ടിന് പുറത്തെത്തി. കാത്ത് നിന്നും അടുത്തപ്പോൾ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിന് വെളിയിലൂടെ തേരാപാര നടക്കുകയാണ് ഗൈസ്. തേരാപാര. തനിയെ തനിയെ ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. സമയം നമ്മളിപ്പോൾ ഒരു കാത്തിരിപ്പ് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഒരാവേശത്തിന് പുറത്തേ ആടി. ബട്ട് ആക്ച്വലി ഷിലാലി താമസിക്കുന്ന ഇവിടുന്ന് 40 കിലോമീറ്റേഴ്സിന് അപ്പുറത്താണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഹൈദരാബാദ് ഇസ് എ ഹ്യൂജ് സിറ്റി. അപ്പോൾ നമ്മളതറിയാതെ ചാടി ഇറങ്ങി ഗൈസ്. തിരുവനന്തപുരം പോലെ എന്ന് വിചാരിച്ച്. തിരുവനന്തപുരം വലിയ സിറ്റിയാണ്, അല്ലെന്നല്ല. പുള്ളി വന്നിട്ട് ഒന്ന് ഇറങ്ങണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും പോയിട്ട് ഹൈദരാബാദിൻ്റെ ഇതായിട്ടുള്ള ഒതൻറ്റിക് ക്വസ്റ്റീൻ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്ന് 4 മണിക്ക് അകം വെച്ചിട്ട് നമുക്കകത്ത് ചെക്ക് ഇൻ ചെയ്യണം. അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പുള്ളിക്കാരൻ പാർക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോകാം. റോഡിലെ പോസ്റ്റിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം പാർക്കിംഗ് ഗ്രൗണ്ടിലെ പോസ്റ്റ്. നമ്മളങ്ങനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. അതിനകത്തോട്ട് ഒരു മനുഷ്യൻ ഫോൺ വിളിച്ച് കയറി പോകുന്ന നമ്മൾ കണ്ടു ഗൈസ്. അല്ല ഉപ്പാട് വരും. കുഴപ്പമില്ല. നിർത്താൻ പറ്റത്തില്ല. ഇത് ഞാൻ അവിടെ നിന്ന് തുടങ്ങിയതാ. എല്ലാം അടച്ചു ഗൈസ്. അപ്പോഴാണിത് മറ്റൊരു ടാസ്ക്. എന്തെങ്കിലും കഴിക്കണ്ടേ? ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എയർപോർട്ടിന് പുറത്തേക്ക് പോയി കഴിച്ചിട്ട് വരിക എന്ന് പറയുന്നത് ഒരു സേഫ് ഓപ്ഷൻ അല്ല എന്നുള്ളത് കൊണ്ട് അടുത്തുനിന്ന് തന്നെ ഒന്ന് കഴിക്കാൻ വേണ്ടി അന്വേഷിച്ച് നോക്കി. കാര്യത്തിന് കട തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്ത് ഒരു സാധനവും കിട്ടാനില്ല. ഇപ്പോൾ KFCയും പിസ്സ ഹട്ടും നമുക്കിപ്പം പിന്നെ മഗ്ഡിയും മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ള സാധനങ്ങൾ. ബാക്കിയുള്ളതിനകത്തൊന്നും എല്ലാത്തിനകത്തും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് ഒരു സാധനവും വിൽക്കാനില്ലെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഫൈനലി നമ്മളൊരിടത്ത് മട്ടൻ കൊഫ്ത. ഇനി ഹൈദരാബാദ് ടൂറിസത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പിന്നെ പിന്നെ ഫിലിം സിറ്റി പോകും. പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ലൈവ് ബാൻഡ്സ്. അതും പ്രത്യേകിച്ചും എൽ ടാക്സിഡി ലീഡിംഗ് ബാൻഡ്സ് ആക്ച്വലി. വയലിനുള്ള ബാൻഡ് 5 ഉള്ളൂ. അതിനകത്തുള്ള ബാൻഡ് നമ്മളെ ആണല്ലേ. അവിടെ വരാം. പിന്നെ ഹൈദരാബാദ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. മെയിൻലി ബിരിയാണി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിരിയാണി. അപ്പോൾ ഹൈദരാബാദ് വ്ലോഗ് ചെയ്യാൻ ഒരു അടിപൊളി സ്പോട്ടായിരിക്കും. മാത്രമല്ല നാച്ചുറൽ സാധനങ്ങളുണ്ട്. കേരളത്തിൽ കിട്ടുന്ന പോലത്തെ സാധനങ്ങളും ഫാം ഹൗസുകളും. തെലുങ്കാന ബൊമ്മല് കിട്ടുമോ? തെലുങ്കാന ബൊമ്മല് കിട്ടാൻ വഴിയുണ്ട്. അതെന്തോ സാധനം പെണ്ണാന്ന് തോന്നുന്നു. അത് വേണ്ട. എന്തായാലും കൊഫ്തയും കബാബും ഒക്കെ ആയിട്ട് സവിസ്തരം തന്നെ ഭക്ഷണം കഴിക്കൽ പരിപാടി അങ്ങോട്ട് നടത്തി. അതിനിടയിൽ കുറേയധികം നാട്ടിലെയും പഴയ കഥകളും ഒക്കെ പറഞ്ഞ് നൊക്ലാച്ച അടിച്ച് അതിനിടയ്ക്ക് ഹൈദരാബാദിൽ വന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് അതിന്റെ ഒരു സൊവനീർ ആയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി നൽകി കേട്ടോ. പിന്നെ ഹൈദരാബാദിൽ ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് ക്യാമ്പയുടെ ഒരു അതിപ്രസരമാണ് കേട്ടോ. റിലയൻസ് പോലൊരു വലിയ ബ്രാൻഡ് ഏറ്റെടുത്തതിന് ശേഷം സംഭവിച്ചൊരു മാറ്റമായിരിക്കും ഇത്. മുമ്പ് പെപ്സിയും കോളയൊക്കെ നിറഞ്ഞെടുത്താണ് ഇന്ന് ഇന്ത്യയുടെ തന്നെ ഒരു ബ്രാൻഡ് ഇത്തരത്തിൽ നിറയുന്നത്. എന്തായാലും ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ടാറ്റ പറയാണ്. അത് ഇത്ര നാൾ ഞാൻ ഹൈദരാബാദിലായിരുന്നു തുടങ്ങിയത് അബുദാബിയിലെ ഈ വ്ലോഗേ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് മീ ഇൻ ഹൈദരാബാദ്.
ഇനി ഹൈദരാബാദ് വെച്ചാണ് അടുത്ത യാത്ര തുടരാൻ വേണ്ടി പോവാണ്. അടുത്ത കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം. എന്നാലും നല്ല ക്ഷീണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് കയറി കിടന്ന ഒറ്റ ഉറക്കം മാത്രമേ നടക്കത്തുള്ളൂ. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും വാഷ്റൂമിലെ കണ്ണാടിയും അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. അത് നേരെ ഗേറ്റിലേക്ക് എത്തി. ഗേറ്റിൽ നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിറകിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തി ഇരിക്കുന്നത് കേട്ടോ. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മൾ എന്തായാലും മലയാളികളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. മലയാളത്തിൽ എത്രയോ ഗംഭീര സിനിമകൾക്കൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് ഒരുക്കിയ 5 or 6 തവണയൊക്കെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള മേക്കപ്പ് മാൻ പട്ടണം റഷീദ് സർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയൊന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് നോക്കാം. പൊന്തന്മാട, ഗുരു, അനന്തഭദ്രം, പരദേശി തുടങ്ങി അവാർഡുകൾ വാങ്ങിക്കൂട്ടി എത്രയോ സിനിമകളിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ മാജിക് കണ്ടതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിയും, പിന്നെയും നടക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങി വീണു. എന്തായാലും ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തേരാപ്പാര നടന്ന അവസാനം ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊച്ചിക്കുള്ള ഫ്ലൈറ്റിലേക്ക് കയറി കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങി വീണു. പിന്നെ ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. ലാൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ എഴുന്നേക്കുന്നത്. പക്ഷേ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊച്ചി കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഈസായിട്ട് പണി പാളിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ചധികം ലേറ്റായി പോയിട്ട് ഇപ്പോൾ സമയം ഏതാണ്ട് 9:15. ആക്ച്വലി നമുക്ക് ഇനി ഇവിടുന്ന് 15 മിനിറ്റ് ഉണ്ട് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലോട്ട്. പക്ഷേ ലഗേജ് വരണം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. പിന്നെ ഡൊമസ്റ്റിക് അതിന് പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കാം. പക്ഷേ എന്നാലും പ്രതീക്ഷിച്ചില്ല. 8:30 ആകുമ്പോഴത്തേക്കും ലാൻഡ് ചെയ്യുന്ന കരുതിയിരുന്നത്. പക്ഷേ അത് 9:15 അറൗണ്ട് 9:30 ആവാറാകുന്നു. 9:30 ആയിട്ടുണ്ട്. അരമണിക്കൂറിനകത്ത് വെച്ച് നമുക്ക് ടാക്സി കിട്ടി നേരെ അങ്ങെത്തണം കേട്ടോ. പ്രീപെയ്ഡ് ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 8 കിലോമീറ്ററോ മറ്റോ ആണ് കാണിക്കുന്നത് അങ്കമാലി എയർപോർട്ടിലേക്ക്. പക്ഷേ 540 രൂപയാണ് നമുക്കിതിൻ്റെ പേയ്മെൻറ്റ് ആയിട്ടുള്ളത് കേട്ടോ. 540 രൂപ ഒരു ഫെയർ എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പില്ലർ നമ്പർ 32 വണ്ടി എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ട് പോയി നോക്കട്ടെ. 279 യെസ്. കൊച്ചി എയർപോർട്ടിലെ പ്രീപെയ്ഡ് ടാക്സി വഴി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജോൺ ചേട്ടൻ്റെ ടാക്സി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. മിനിമം ചാർജിൽ എത്ര കിലോമീറ്റർ വരെ പോകും? 15 കിലോമീറ്റർ വരെ. എത്ര ചുരുങ്ങിയ ദിവസത്തേക്കാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി സ്ഥലങ്ങൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്തായാലും അങ്ങനെ ഞങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷൻസും ഇത്തരത്തിലായിരിക്കും. കാരണം എല്ലായിടത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജോൺ ചേട്ടൻ നമ്മളെ കറക്റ്റ് സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അങ്കമാലിയിൽ കൊണ്ട് എത്തിച്ചിരിക്കുക കേട്ടോ. ഇനിയും ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഉണ്ട്. അപ്പം ഷാർപ്പ് ടൈമിൽ നമ്മളെത്തി. ഈ പ്രീപെയ്ഡ് ടാക്സി ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, 8 കിലോമീറ്ററിന് 540 എന്ന് പറയുന്നത് കുറച്ചധികം വലിയ റേറ്റ് ആയിരുന്നു. പക്ഷേ അറൗണ്ട് ഒരു 15 കിലോമീറ്ററിന് വരെ അവർ മിനിമം ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതാണ് 540 എന്ന് പറയുന്നത്. മിനിമം ചാർജ് 15 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് അറൗണ്ട് 1 കിലോമീറ്ററിന് 30 രൂപ താഴെ മാത്രമേ വരുന്നുള്ളൂ. 30 രൂപ, 35, 40 അത്രയല്ലേ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അത്രയൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ആക്ച്വലി ഒരു ഫെയർ റേറ്റ് ആണ് അല്ലേ. ഇക്കാര്യം തന്നെ പറഞ്ഞൊരു കാര്യം, മറ്റ് സമാന്തരമായിട്ടുള്ള മറ്റ് ക്യാബ് സർവീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ റേറ്റ് കുറവാണ് എയർപോർട്ടിലെ ടാക്സികൾക്ക് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. കാരണം എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും സ്റ്റേഷനിൽ വേറെ പല ട്രെയിനുകളും വന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ട്രെയിൻ മാത്രം ഇതുവരെയും വന്നിട്ടില്ല. എവിടെ ചെന്നാലും കാത്തിരിപ്പാണ് നമ്മുടെ മെയിൻ. ഞാൻ വിചാരിച്ച റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷടയിൽ നിന്ന് ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഓടി ഒന്ന് ട്രെയിനിൽ കയറേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ എത്തിയിട്ടില്ല. വീണ്ടും പോസ്റ്റ്, ഇവിടെയും പോസ്റ്റ്, എല്ലായിടത്തും പോസ്റ്റ്. എല്ലായിടത്തും കാത്തിരിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു പോക്കറ്റ് ഫാനൊക്കെ കൊണ്ടുപോട്ടോ വന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കാറ്റടിച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അങ്ങനെ കാറ്റും കൊണ്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുകയാണ് ഗൈസ്. റെപ്തി സാഗർ എക്സ്പ്രസ്. നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ ബുക്ക് ചെയ്യാൻ നോക്കിയതുകൊണ്ട് ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്റെ ഫ്രണ്ട് ആകാശ് എങ്ങനെയോ ഒപ്പിച്ചതാണ് ഈ ടിക്കറ്റ്. ആക്ച്വലി അവിടെ നിന്ന് വിട്ടിട്ട് 2 ദിവസത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. കാരണം പ്രോപ്പർലി അതിൻ്റെ ഒരു ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. സെറ്റ് നമുക്കൊരു 3 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ. ഷടയെന്ന് പറഞ്ഞ കൊല്ലം ട്രെയിൻ യാത്ര എനിക്ക് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം കോളേജ് പഠിച്ച 3 കൊല്ലവും ഞാൻ പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ട്രെയിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ജേണിയാണ് ട്രെയിൻ യാത്ര. ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ശരിക്കും നമ്മൾ ഇംപ്രസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ പയ്യൻ. ഇവന്റെ പേര് അഭിറാം എന്നാണ്. ഇവൻ ഹൈദരാബാദ് സ്വദേശിയാണ്, പക്ഷേ പഠിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഈ ഒരു ജൻസിയിലെ പയ്യനാണെങ്കിലും ഭയങ്കര ഉയർന്ന പൊളിറ്റിക്കൽ ചിന്താഗതിക്കുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഈ അഭിറാം. ഇതുപോലെ തന്നെ ഒരുപാട് നല്ല വ്യക്തികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കൊല്ലം വരെയുള്ള ഈ ഒരു യാത്രക്കിടയിൽ. എന്തായാലും ഫൈനലി നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിലെ മറ്റേതൊരു റെയിൽവേ സ്റ്റേഷനെയും പോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച നാടാണ്. 3 കൊല്ലത്തോളം ഇവിടെ കിടന്ന് വിളയാടിയ നാടാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഓരോ മണിയും കൊല്ലത്ത് വരുമ്പോഴുണ്ട്. എന്തായാലും ഇനിയൊരു ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോകണം. ഇനി കൊല്ലത്തുനിന്ന് KSRTC കയറണം. KSRTC കയറിയിട്ട് അതിൽ പുനലൂർ പോയി ഇറങ്ങണം. 2:45 ബസ്സിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന് മുന്നേ വല്ല ബസ് വരികയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കയറും. നേരം വീട്ടിൽ എത്താന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ചേട്ടാ, ഈ ഗൂഗിൾ പേ പരിപാടി ഉണ്ടോ? അയ്യോ ഇല്ലേ? ജിപേ ഒക്കെ എടുത്തിട്ടുണ്ടേ. പിള്ളേരുടെ മൊത്തം ജിപേ അല്ലേ?
കഴിഞ്ഞ ലീവിന് വന്ന സമയത്ത് പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നൊരു 100 രൂപ ഉണ്ടായിരുന്നു. ആ 100 രൂപ ഉള്ളത് കൊണ്ട് ഇപ്പോൾ സേഫ് ആയി. നമ്മൾ ട്രെയിനിൽ നിന്ന് വെള്ളവും വാങ്ങിച്ചിട്ട് ബാക്കി വന്ന പൈസയ്ക്ക് ഓട്ടോ കൂലിയും കൊടുക്കും. 2:45 നമ്മൾ ബുക്ക് ചെയ്ത KSRTC ബസ് നോക്കിയാണ് സ്റ്റാൻഡിലേക്ക് എത്തിയെങ്കിലും ആ ഒരു ബസ്സിലും ലഗേജ് വെക്കാനുള്ള ഒരു സൗകര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഈ SETC ബസ് കണ്ടക്ടർ എന്നെ അദ്ദേഹത്തിന്റെ ബസ്സിലേക്ക് ക്ഷണിച്ചത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ലഗേജ് വെക്കാൻ. അപ്പോഴാണ് നമ്മളത് ഇവനെ മിട്ടു നീ എന്താ ഇവിടെ. ആഗസ്റ്റ് മികമായി നമ്മൾ പെട്ടെന്ന് ചാടിക്കേറിയ ഒരു തമിഴ്നാട് ബസ്സിൽ കയറേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഗൈസ് ഈ മുതലിനെ നമ്മൾ കണ്ടത്. ഈസ് മൈ ബഡ്ഡി. കുറെ കാലമായിട്ട് ഇവനെ കാണാനില്ലായിരുന്നു. തെണ്ടി സുഖലേടാ. ആയിക്കോട്ടെ കല്യാണം വിളിക്കുന്ന കളിയെ. കന്യകനായി വാഴ്ന്ന് കന്യകനായി സത്തുപോ. പണ്ട് ഈ സ്കൂളുകൾക്കിടയിലുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ക്വിസ് കോമ്പറ്റീഷൻ പ്രസംഗത്തിനെല്ലാം അവൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് അവനും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഞാനും ഒക്കെ ആയിരുന്നു വരുന്നത്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷമായി കണ്ടിട്ട് 10 വർഷത്തിന് മേലെ കണ്ടായി. പക്ഷേ ആക്സിഡൻ്റലി കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഉണ്ട് ഇതേപോലെ തൊട്ടടുത്ത് നിന്ന് നിർത്തം വിളിക്കുന്നു. അങ്ങനെ കണ്ടതാ. ഇതാണ് നമ്മൾ പോകാൻ വേണ്ടി ഇരുന്ന തെങ്കാശി ബസ്. KSRTC പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ KSRTCയേക്കാളും മുൻപേ മറ്റേ SETC പോകുന്നത് കൊണ്ടും ഇതിൽ ലഗേജ് വെക്കാൻ വേണ്ടി പ്രത്യേകം ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കണ്ടക്ടർ സാർ നമ്മളെ കൺവീൻസ് ചെയ്ത് ക്യാൻവാസ് ചെയ്തതുകൊണ്ടും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗൂഗിൾ പേ കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പാലം വലിച്ചു. തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തന്നെ ആണല്ലോ. MK സ്റ്റാലിൻ നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ തമിഴ്നാട് ബസ്സിൽ കയറി. നമ്മുടെ KSRTCയോടെ ഒരു ടാറ്റ പറഞ്ഞേക്കാൻ. ടാറ്റ. എൻ്റെ 70 രൂപയുടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തത് ഓൺലൈൻ. ഇനി അവർ വിളിക്കും. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പുനലൂരേക്ക് SETC. ഇവരുടെ ബസ്സുകാരുടെ കംഫർട്ട് പുറമേ കാണാൻ എങ്ങനെയാണെങ്കിലും അകമേ ബസ്സിൻ്റെ സീറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞേ പറ്റൂ. വേറെ ലെവലാട്ടോ. അപ്പോൾ എന്തായാലും ഇനിയൊരു പിന്നെ ഈ ബസ്സായതുകൊണ്ടും ഇവരായതുകൊണ്ട് 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഇവരങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലായിടത്തും നിർത്തത്തൊന്നുമില്ല. KSRTC ബസ്സാണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും അങ്ങനെ നിർത്തുമെന്നുള്ളതല്ല. പക്ഷേ നല്ല പ്രധാനപ്പെട്ട കുറേ സ്റ്റോപ്പുകളുണ്ട്. കൊല്ലത്തിനും പുനലൂരിനും ഇടയിലുള്ള കുറേ സ്റ്റോപ്പുകളുണ്ട്. അവിടെ എല്ലാം KSRTC ബസ് നിർത്തും. പക്ഷേ SETC ഒന്നുമില്ല നിർബന്ധമില്ല. ഇവിടുന്ന് വിട്ടാൽ ഇനി നേരെ കൊട്ടാരക്കര കുന്നിക്കോട് കഴിഞ്ഞാൽ പുനലൂർ, പിന്നെ നിർത്തണമെങ്കിൽ തെങ്കാശി നിർത്തും. അവിടെ ഒരു പോകത്തില്ല. നമ്മൾ പുനലൂർ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചാടി ഇറങ്ങി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വാരി കെട്ടി നേരെ അടുത്ത ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഇതിനിടയിൽ വാപ്പാടെ കോൾ ഒരു 2-3 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വാപ്പാക്ക് എന്തോ ഒരു ഹിന്ദി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ശിലാലിനെ കാണാൻ പോയത് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. ചിലപ്പം അറിയാതിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഇത് അവർക്കുള്ള സർപ്രൈസ് അല്ലല്ലോ. നമ്മളിത് ആക്ച്വലി ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്നല്ലേ. ഇതാണ് ഗൈസ് നമ്മുടെ കൊല്ലത്തെ ആശ്രമം മൈതാനത്ത് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള സ്പോർട്സ് ഇവൻറ്റ്സ്. ഞാനതിലൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉള്ളവന്മാർ ഇപ്പോൾ ധനീഷ്, രഞ്ജു, ബാലു എന്നൊക്കെ പറഞ്ഞിട്ട് മൺട്രോ അവന്മാരൊക്കെ ഭയങ്കര സ്പോർട്സ്മാൻമാരായിരുന്നു. അപ്പോൾ അവന്മാരെല്ലാം സ്പോർട്സിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് രാഹുലൊക്കെ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാ മത്സരങ്ങളും ഇവിടെ നടക്കാറുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇവിടെ വരും. പിന്നെ വെറുതെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ കറങ്ങാൻ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഓരോരോ പുതിയ വണ്ടികൾ എടുക്കുമല്ലോ. നമ്മളിപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്തല്ലേ നമ്മൾ ഓരോ ബൈക്സ് ഒക്കെ വാങ്ങുന്നത്. അപ്പം അതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻസ് ഇവിടെ നടക്കുന്നത്. ഇതാണ് വെരി ഫേമസ് കള്ള് സോഡക്കട കേട്ടോ. കള്ള് സോഡക്കട നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ വയ്യ. ഇവിടുത്തെ കള്ള് സോഡ അടച്ചിട്ടേക്കുന്നു. അല്ലല്ല, അവിടെ ഉണ്ട്. അവിടെ പക്ഷേ പുതിയ ആൾക്കാരെ ഞാൻ കഴിഞ്ഞ ലീവിന് വന്നപ്പോഴത്തേക്കാണ് നോക്കിയിരുന്നത്. ഒരു പയ്യനൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നത്. പഴയ കള്ള് സോഡയല്ല. അപ്പോൾ അവിടുന്ന് കള്ള് സോഡയൊക്കെ വാങ്ങിച്ചു കുടിച്ച്. കള്ള് സോഡ എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കേണ്ട, മദ്യം നെയ്യേ ബസ് സോഡ ഓർ ലൈം. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ച് ഇങ്ങനെ ചില്ലൗട്ടായിട്ടിരിക്കും. അപ്പം ഇനി എന്തായാലും ഒരു മണിക്കൂർ 1.25 മണിക്കൂറിനകത്ത് വെച്ച് നമ്മൾ കൊല്ലം എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 2 മണി അല്ലേ? ഓക്കെ, ഒന്ന് സൂമാവ്. 2 മണി കഴിഞ്ഞ്. അപ്പോൾ ഒരു 3-3:30 അകത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറും മീൻകറിയും കൂട്ടി കഴിക്കാൻ വേണ്ടി പറ്റും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ട്രിപ്പ് തുടരുകയാണ്. ഒരു ഓസ്മോ പോക്കറ്ററിയിലൊക്കെ ഇത്തരത്തിലുള്ള ട്രാവൽ വ്ലോഗ് ചെയ്യുക. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ ആ ഒരു കോംപ്രമൈസ് വരരുതെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺ തിരിച്ചു പിടിക്കുമ്പം എൻ്റെ പരിചയക്കുറവ് മൂലം ചിലപ്പോൾ എൻ്റെ തല മേളിലോട്ടും അല്ലെങ്കിൽ താടിയും വായും മാത്രം കാണുന്ന രീതിയിലേക്കൊക്കെ ചില ഷോട്ട്സ് വന്ന് കയറാം. അപ്പോൾ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഒരു തുടക്കക്കാരൻ്റെ പരിചയക്കുറവായി മാത്രം കണ്ട് അതിനെ ക്ഷമിച്ചിട്ട് തുടർന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് മാക്സിമം പ്രോത്സാഹനം നൽകുക. അങ്ങനെയാണെങ്കിൽ അടിപൊളി വീഡിയോസ്, അടിപൊളി ചലഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. പ്ലാനിങ് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഈ വ്ലോഗ് തുടങ്ങിയിടം മുതൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും സന്തോഷത്തോടെ ഇരുന്ന് പറയുന്ന
അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തിൽ, സന്തോഷം മീൻസ് നമ്മുടെ സ്വന്തം നാട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്ലഷർ ഉണ്ടല്ലോ. കൊല്ലം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. അതിപ്പം പുനലൂരിൽ നിന്ന് വെറുതെ കൊല്ലത്തോട് വരുന്ന സമയത്താണെങ്കിലും, കാരണം പുനലൂരിലുള്ളതിനേക്കാൾ ഒരു സമയത്ത് ബന്ധങ്ങൾ കൊല്ലത്തുണ്ടായിരുന്ന ഒരു സമയമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ SM കോളേജ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കടകളിലും നമുക്ക് പരിചയങ്ങളുണ്ടായിരുന്നു, പറ്റുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മളോട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിറ്റി, ഒരു നഗരമാണ് കൊല്ലം. കൊല്ലത്തിൻ്റെ പൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്തോട്ട് എപ്പോൾ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതൊന്ന് പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് SCTC പ്രസിഡന്റ് മൈക്കക്കോണല്ലേ ഇല്ലേ സംസാരിച്ചത്രയും വെറുതെ ആയിപ്പോൾ മൈക്കക്കോണ. അപ്പം SCTC ബസ്സിനകത്ത് ഒരൊറ്റ മനുഷ്യരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യം കൂടെ ഉണ്ടേ. ആൻഡ് എനിവേ, എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കടപ്പാക്കട കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഈ പോകുന്ന ട്രിപ്പിൽ കാണിച്ചു തരാൻ പറ്റുന്ന 1-2-3 വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം കേരളത്തിൽ ലാൻഡ് ചെയ്ത് കൊച്ചിയിൽ നിന്ന് വന്നപ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലായിടത്തും അത്യാവശ്യം നല്ല ഒരു മഴയും മഴക്കൂരാപ്പും. അങ്കമാലിയിലാണെങ്കിലും ശരി, അവിടുന്ന് ട്രെയിനിൽ വരുന്ന സമയത്താണെങ്കിലും എല്ലാ സ്ഥലത്തും അതാണ്. പക്ഷേ കൊല്ലത്തെത്തിയപ്പോൾ കണ്ടോ, കൊല്ലം സണ്ണിയാണ് ഗൈസ്, സണ്ണി കൊല്ലം. എന്തായാലും കൊല്ലത്ത് നല്ല ചൂടാണ് ഗൈസ്, കൊല്ലത്ത് നല്ല വെളിച്ചമാണ് ഗൈസ്. അങ്ങനെ കൊല്ലത്തിൻ്റെ ഇടനാഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, മഴയൊക്കെ പെയ്യുന്ന മടുത്ത്. പക്ഷെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുള്ള് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇവൻ ആണ്ടിലും സംക്രാന്തിക്കും വന്നിട്ട് കൊല്ലത്തിന് വേണ്ടിയിട്ട് അംബാസഡർ പണി ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനൊന്നുമല്ല, നമ്മൾ കൊല്ലംകാരൊരു ഗുണമാണ്. നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്ത് നമ്മൾ പൊക്കി തന്നെ പിടിക്കും. കൊല്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും, കൊല്ലത്ത് ഉയർത്തി കാണിക്കും. അപ്പം നമ്മളീ പറയുന്ന പോലെ കൊല്ലത്തെക്കുറിച്ച് വരുന്ന ട്രോളുകൾ അല്ലെങ്കിൽ കളിയാക്കലൊക്കെ കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ തമാശക്ക് എടുത്തോളൂ. നല്ലല്ല, ഉള്ളതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പെയിൻ ഉണ്ടാവും. കാരണം നമ്മൾ കൊല്ലംകാരങ്ങനൊന്നും അല്ലേ. നമ്മളീ പറഞ്ഞ പോലെ നിങ്ങളീ പറഞ്ഞ ചെറിയ വിഷയങ്ങൾക്ക് അടിയുണ്ടാക്കുന്നൊക്കെ പറയുന്നത് തന്നെയും നമ്മൾ വളരെ ഇമോഷണലാണ്. നമ്മളെല്ലാ ബന്ധങ്ങളിലും ആ ഒരു ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമുക്കതിൽ നൊമ്പരുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ, അല്ലാതെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ഓൾ അബൌട്ട് കൊല്ലം, യുനോ. ചേട്ടാ ഇതുവരെ ഇത് ഓടിക്കാൻ വേണ്ടി വന്നിട്ടില്ല, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. പൈസ മാത്രമേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പെഡും കൈസ്. ഞാൻ ഇവിടെ മറ്റേ പാത്രം കഴുകി കൊടുക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഈ ബസ്സൊക്കെ ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരും. ഇല്ല എന്തുവാ, ബസ് പോകുന്ന റൂട്ടിൽ തടഞ്ഞു നിർത്തി കാശ് കൊടുക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട് നമുക്ക്, നമ്മളങ്ങോട്ട് ഇറക്കും. അപ്പം ചേട്ടാ അണ്ണം പറഞ്ഞിട്ടുണ്ട് മറ്റേ ഗൂഗിൾ പേ എടുക്കും ടിക്കറ്റിന് പകരം വന്ന്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ശരിക്കും നല്ലൊരു പരിപാടി കേട്ടോ. ഹൊസൂർ ഡിപ്പോയിൽ നിന്ന് വരുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ പോകുന്ന ബസ്സാണ്. ഇത് ബാംഗ്ലൂർ പോകുന്ന ബസ്സ്. കൊല്ലത്തുനിന്ന് ബാംഗ്ലൂർ വരെ വേണമെങ്കിൽ ഈ ബസ്സിൽ പോകാം. ഹൊസൂർ അറിയില്ല. ഹൊസൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് ശരിയാണെങ്കിൽ നമ്മുടെ സേലവും കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിന് തൊട്ട് മുമ്പുള്ള, അതായത് കർണാടകയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇവരുടെ ബോർഡറാണ് ഹൊസൂർ എന്ന് പറയുന്നത്, തമിഴ്നാടിൻ്റെ ബോർഡർ. അപ്പോൾ അവിടെ വരെ പോകുന്ന ബസ്സാട്ടോ. ഇതിനകത്ത് ഒരു ഇരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അവിടെ വരെ അങ്ങ് പോവാം. അണ്ണം വിളിക്കുമ്പോഴേ നീട്ടിയാണ് വിളിക്കുന്നത്, ബാംഗ്ലൂർ വരെ എത്തിച്ച് വിളിക്കുന്നുണ്ട്. ഓരോ സ്ഥലവും പറഞ്ഞ് തെങ്കാശി, തിരുനെൽവേലി, ശിവകാശി, മറ്റേ സേലം, ഈറോഡ്, എവിടെ വേണമെങ്കിലും ഈ ബസ്സിനകത്ത് ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് പക്ഷേ പുനലൂർ വരെ പോയാൽ മതിയല്ലോ. അപ്പം പക്ഷേ നല്ലൊരു സെറ്റപ്പ് കേട്ടോ. അതായത് ഇവരുടെ മറ്റേ ടിക്കറ്റിംഗ് മെഷീനകത്ത് തന്നെ QR കോഡും കാര്യങ്ങളൊക്കെ വരുന്നു. 115. ഞാൻ KSRTC ബസ്സിൽ ഫാസ്റ്റ് ബുക്ക് ചെയ്തപ്പം പൈസ ആയിട്ടുണ്ടായിരുന്നത് 71 രൂപയാട്ടോ. 71 രൂപയായിരുന്നു ഫാസ്റ്റ് പാസഞ്ചറിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏതാണ്ട് ഒരു 50 രൂപയുടെ, അതിൻ്റെ 40% മുകളിലേക്ക് തുക വരുന്നുണ്ട്. പക്ഷേ പുഷ് ബാക്ക് സീറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ചിലപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ഡെയിലി പോയിട്ട് വരുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളും അങ്ങനെ അധികം കയറാത്തത്. പിന്നെ ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ടും വലിയ റോഡിൽ പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ആളുകളൊന്നും ഇപ്പോൾ ബസ്സിൽ കയറാറില്ല, എല്ലാവർക്കും കാറുകളായിരിക്കണോ. നമ്മളിപ്പോൾ എത്തിച്ചേരുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് മൂന്നാംകുറ്റി എന്ന് പറയുന്ന സ്ഥലം. ഈ മൂന്നാംകുറ്റിയുടെ ഒരു കഥ പറയാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമല്ല, എനിക്കതിൻ്റെ കഥയൊന്നും അറിയത്തില്ല. എൻ്റെ ഉമ്മാടെ വീട് ഇവിടെ മൂന്നാംകുറ്റി കേട്ടോ. അപ്പം ഞങ്ങൾ വെക്കേഷൻ സമയത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെക്കേഷൻ എന്നല്ല, ഈ പറയുന്ന പോലെ പണ്ട് മുമ്പുള്ള സമയത്താണെങ്കിലും ഒക്കെ കൊച്ചിലെ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുന്ന സമയത്തൊക്കെ ഇവിടെ വരും. മിക്കവാറും ശനി ഞായറൊക്കെ അവിടെ നിന്നിട്ട് ഇതേപോലെ ഞായറാഴ്ച വൈകുന്നേരത്ത് ഈ ഒരു സമയമാകുമ്പോഴായിരിക്കും നമ്മൾ ഇറങ്ങിയിട്ട് മൂന്നാംകുറ്റിയിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്നിട്ടായിരിക്കും ബസ് കയറി പുനലൂരേക്കുള്ള ബസ് പിടിക്കുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇറങ്ങത്തില്ല. കാരണം ഇവർ താമസിക്കുന്നത് ഈ മൂന്നാംകുറ്റിയിൽ നിന്നും അപ്പുറത്ത് കരിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് നമ്മൾ കരിക്കോട് ഇറങ്ങും. കരിക്കോടുള്ളൊരു കോളേജ് ഭയങ്കര ഫേമസ് ആണ് കേരളത്തിലെ എമ്പാടും, TKM എന്ന് പറഞ്ഞിട്ട് കോളേജ്. അപ്പം നിങ്ങൾ ഇഫ് യു ഗൈസ് ആർ നോട്ട് ഫ്രം കൊല്ലം, യു മൈറ്റ് ബി ഹെയർഡ് അബൌട്ട് ദാറ്റ് കോളേജ്. കാരണം കേരളത്തിൽ അതിന് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ചരിത്രത്തിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങിയൊരു കോളേജും ഇപ്പോഴും ഭയങ്കര റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു കോളേജൊക്കെ കേട്ടോ ആണെന്നാണ് എൻ്റെ വിശ്വാസം.
ഇതാണ് കുണ്ടറ. കുണ്ടറ ഇസ് എ വണ്ടർഫുൾ കൺട്രി അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. പണ്ടവരെ പറഞ്ഞാൽ തോന്നുന്നു കേട്ടോ. പട്ടപ്പടേന്ന് ബസ് പോകുന്നുണ്ട്, ഷട്ടേന്ന് ഇങ്ങനെ വേണം കേട്ടോ. നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഒരു മൈൻഡ് പോകുന്നൊരു സ്പീഡ് ഉണ്ടല്ലോ, ഷട്ടേന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ സ്പീഡിനൊത്ത് വണ്ടി പോകണം. അതും കൊല്ലം ടു പുനലൂർ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ച് ഈ കുണ്ടറ സൈഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സ് ആണ്. പക്ഷെ എന്നിട്ട് പോലും ഇവിടെ എണ്ണം കുത്തിക്കയറ്റി പോകുന്നൊരു പോക്കുണ്ടല്ലോ. വെറുതെ ആണോ അണ്ണൻ ഈ വണ്ടി ഓടിച്ചെങ്കിൽ ബാംഗ്ലൂർ വരെ എത്തിക്കുന്നത്. പറക്കും മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മഴ. സോ നമ്മൾ പുനലൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറെക്കുറെ ഇതേ മഴയായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടിയും സാധനവും എല്ലാമായിട്ട് നമ്മളിന്ന് മഴ നനഞ്ഞ് അവിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറും. അങ്ങനെ കര എത്തി ഗൈസ്, കൊട്ടാരക്കര. പക്ഷെ കൊട്ടാരക്കര എത്തിയപ്പോഴേക്കും മഴയെല്ലാം മാറി, വീണ്ടും വിൻഡോസൊക്കെ തുറന്നിട്ട് ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളങ്ങനെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ നിന്നും കേരളത്തിലെ ഒരുവിധം എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ വന്നു പോകുന്നൊരു സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ കൊട്ടാരക്കര. അങ്ങനെ നമ്മൾ പുനലൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാത്തിരുന്നൊരു വലിയ ഭീകര ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ ചാർജ് തീർന്ന് മിക്കവാറും അടുത്ത ഓട്ടോ വിളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ബസ് ഇറങ്ങുന്നതിന് മുന്നേ ഫോൺ മിക്കവാറും സ്വിച്ച് ഓഫ് ആവും. ആകെ പണിപാളി ഗൈസ്, പണിപാളി. എന്തായാലും പുനലൂരിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഫോൺ ഡെഡ് ആവാറായിട്ടുണ്ടായിരുന്നു. വെറും 2% ചാർജ് മാത്രമാണ് അവശേഷിക്കുന്നത്. പവർ ബാങ്കിലെയും ചാർജ് ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സെക്കൻഡറി ഫോണിലായിരിക്കും ഇനി ഒരുപക്ഷെ ബാക്കിയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറയും. എന്നാലും സാരമില്ല. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിനകത്ത് കയറ്റി സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോഴേക്കും ഫോണും ഓഫായി. ഇനി അപ്പോൾ ക്ലാരിറ്റി കുറച്ച് വിഷ്വൽസ് കാണാം കേട്ടോ. അങ്ങനെ പുനലൂരുണ്ട്. ഇതാരും വിചാരിക്കേണ്ട മഴ കോളാണ് അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള ലക്ഷണമാണെന്ന്. സോ എനിവേ എന്തായാലും ഞങ്ങൾ വാളക്കോട് എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ നാട്. ആക്ച്വലി ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, NSVHS. അപ്പോൾ ഈ സ്കൂളിൻ്റെതായിട്ടുള്ള ഈ ഒരു കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബസ് ആക്ച്വലി നമ്മൾ പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിർത്തി തന്നേനെ. പക്ഷേ ഈ ഒരു തേര് മുഴുവൻ ഞാൻ ലഗേജും തൂക്കി നടന്നു കയറേണ്ടി വന്നേനെ. എന്തായാലും ഈ ഒരു തേര് കയറി നേരെ എത്തുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ്. ഈ ഒരു വഴി എത്തുന്ന സമയത്ത് തന്നെ ഉള്ളിങ്ങനെ പടപടായിരിക്കാൻ തുടങ്ങും കേട്ടോ. ആൻഡ് യെസ്, നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ വീടിൻ്റെ വെളിയിൽ 2 പേര് ഇരിപ്പുണ്ട്. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഞാനിങ്ങനെ ഈ ഒരു ഓട്ടോയിലൊക്കെ കയറിയൊരു വരുമെന്ന്. എന്തായാലും അവരുടെ മുഖത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും അത്ഭുതവും ഒക്കെ കാണാം. അങ്ങനെ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗായ്സ്. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഏതാണ്ട് അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കുറേയധികം ആളുകളെ പരിചയപ്പെട്ട, കുറേയധികം നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്, എക്സ്പീരിയൻസുകൾ കിട്ടിയ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.